മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. അറിയത്തില്ലേ ഗുഡ് മോർണിംഗ് പറയാൻ? എടി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. കള്ളത്തരം പറയല്ലേ, കള്ളത്തരം പറയല്ലേ. ഗുഡ് നൈറ്റ് പറഞ്ഞു. ഗുഡ് നൈറ്റ്. കൈ മാറിയിട്ട് പറ. ഇതാരാ വന്നിരിക്കുന്നത് നോക്കി, ഇങ്ങോട്ട് നോക്കി. മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. എഴുന്നേറ്റ് വരുന്നേ ഉള്ളല്ലേ. ഇനി അവനവിടെ കിടക്കട്ടെന്ന്. അവനവിടെ കിടക്കട്ടെ. അതിനെന്താ കുഴപ്പം? പെണ്ണെന്ന് രാവിലെ ചായ കുടിക്കാൻ പറ്റത്തില്ല, അഴുക്കാ. പല്ല് തേച്ചോ നീ? പല്ല് തേച്ചോ? എപ്പം? ഞാൻ കണ്ടിരുന്നു. കാണണ്ടായിരുന്നോ? കള്ളത്തരം പറയുമല്ലേ അല്ലേ? കാണിച്ചേ, ഇത് കാണിച്ചേ. ഞാൻ വെച്ചടാ. പല്ല് തേക്ക്, പല്ല് തേക്ക്, പല്ല് തേക്ക്. അയ്യോ, നോക്കി പഠിപ്പിക്കുവാണോ? അയ്യോ, അങ്ങനെയാണോ പല്ല് വെക്ക്? ബ്രഷ് വെക്ക്, വായിക്ക്. തിരിച്ചു വെച്ച്, തിരിച്ചു വെക്ക്, തിരിച്ചു വെക്കാൻ. തേക്ക്, നീ ഇങ്ങനെ തേക്ക്. ഞാൻ തേക്ക്. തേക്കുന്നില്ലേ? നമ്മളിപ്പോ എവിടെ പോവാന്നറിയാവോ? നമ്മളിപ്പോ എവിടെ പോവാന്നറിയാവോ? ചൂണ്ടയിടാൻ പോവാ കേട്ടോ. ആ ചൂണ്ടയൊക്കെ ഇനി മേടിക്കണം. ചൂണ്ട ഇനി കിട്ടുന്ന കടയൊക്കെ തപ്പിപ്പോയി പേടിച്ച് മേടിക്കാം. എന്നിട്ട് നമുക്ക് എവിടെ പോയി ചൂണ്ടയിട്ട് മീനെ പിടിക്കാം. എന്നിട്ട് ആ മീനെ കിട്ടുവാണെങ്കിൽ നമുക്ക് ആ മീനെ പൊരിക്കാം. പിന്നെ ചെറിയ മീനൊക്കെ കിട്ടുവാണെങ്കിൽ മറ്റേ പൂച്ചയ്ക്ക്. ആ ഓക്കെ, വലിയ മീനെ കിട്ടിയാ പൊരിക്കാം. ഓക്കെ, ഇനി ചൂണ്ട കിട്ടുന്ന കട നമുക്ക് തപ്പിപ്പിടിക്കണ്ടേ? ഇനി ചൂണ്ട ഇവിടെ കിട്ടുമെന്ന് ആദ്യം നമുക്ക് അന്വേഷിക്കാം. നമ്മളങ്ങനെ ചൂണ്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇതിന് തീറ്റി കൊടുക്കുന്ന സാധനം മേടിക്കാൻ വേണ്ടിട്ടോ. നമ്മുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ അവൻ ഭയങ്കര ചൂണ്ടയിടി മീൻപിടുത്തക്കാരനൊക്കെ. അപ്പോൾ അവനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് ബോണ്ട വാങ്ങിച്ചാൽ മതി. ബോണ്ടയ്ക്കകത്തെ മാവില്ലേ, അതിനകത്തെ സാധനം അത് വെച്ച് കഴിഞ്ഞാൽ മീനെ പിടിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം വെറുതെ തീറ്റിയൊന്നും ഉണ്ടാക്കാൻ പോകട്ടില്ല. അത് കാരണം ഞങ്ങൾ 2 ബോണ്ട മേടിച്ച് കൈപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വിട്ടാലോ? അവർ ഇതൊരു ബബിൾക്കം വേണമെന്ന് പറഞ്ഞ് വെള്ളം ഉണ്ടാക്കി അവസാനം 2 മുട്ടായൊക്കെ മേടിച്ച് കൊടുത്ത് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ മീൻ പിടിക്കാൻ പറ്റിയ സ്ഥലം തപ്പി പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചൂണ്ട ഇടാൻ പറ്റിയൊരു സ്ഥലത്ത് വന്നിട്ടുണ്ടേ. ഇവിടെ ഇച്ചിരി വെള്ളവും മീനൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്കിതുവരെ, ഞാനൊന്ന് സത്യം പറഞ്ഞാൽ ഇതുവരെ ചൂണ്ട ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ചൂണ്ടയിടുന്ന നമ്മുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇവിടെ എങ്ങനെയാണ് പരിപാടി, എന്നതാണ് നമ്മൾ അതിനെ തീറ്റി കൊടുക്കുന്നതൊക്കെ ചോദിച്ചെല്ലാം സെറ്റാക്കിയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. മീനുണ്ടോ? വന്നപ്പോഴേ ദാഹമായോ? കുടിക്ക്. ഞങ്ങളിവിടെ വന്നപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. അതെ, ഞങ്ങളിവിടെ വന്ന് നിന്നപ്പോൾ നല്ല വെയിലായിരുന്നു. ഇപ്പം വെയിൽ മാറിയിട്ട് ശാലം ഇത് വന്നിട്ടുണ്ട് കേട്ടോ. ആണോ? അയ്യോ, നമുക്കേ ചൂണ്ട ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പില്ല. കമ്പ് എവിടെയെങ്കിലും ഒപ്പിക്കാം. ചെറിയ കമ്പ് വല്ലതും മതി. വലിയ സംഭവമൊന്നും വേണ്ട. അത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയതാണെങ്കിൽ പിന്നെ എന്തിനാ കമ്പ്? വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വരണല്ലേ? ഞാൻ എന്നേ പറഞ്ഞ മറ്റേ സാധനം ആയതുകൊണ്ട് എങ്ങനെ കമ്പ് പിടിക്കുന്നത്? കമ്പ് കിട്ടിയിരിക്കുകയാണ്. ചെറിയ കമ്പ് കിട്ടി, കുഞ്ഞായിക്കുള്ള കമ്പ് കിട്ടി. കുഞ്ഞായിട്ടാ കേട്ടോ. ഇത് നമ്മൾ ചുമ്മാ ഒന്ന് ഒരു നൂല് കെട്ടി വെക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പേ ഉള്ളൂ. വേറെ കൂടുതൽ കാര്യമൊന്നുമില്ല. ഇതിന് പറ്റിയോ? അത് കൊണ്ട് വേണ്ടേ? നമ്മൾ ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്, ചെറിയ ചെറിയ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് അതിനകത്ത് വേണേൽ കമ്പ് ഓടിക്കാം. പക്ഷെ അതിനകത്ത് കമ്പ് ഓടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശം. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഉണക്കുള്ള സമയത്ത് ഈ മരത്തിനകത്ത് കമ്പ് ഓടിക്കുന്നത് ഭയങ്കര
മോശമായിട്ടുള്ള പ്രവൃത്തി. അപ്പൊ നമുക്കിവിടെ കാര്യമൊക്കെ വല്ല ഒടിഞ്ഞു കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം. വാ വാ. ആ കയ്യിലിരിക്കുന്ന എന്റെ കമ്പാണ്. ഞാൻ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുമെന്തോ. ഇവിടെ ഇഷ്ടം പോലുണ്ടല്ലോ. രണ്ട് കമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. രണ്ട് കമ്പ് നമ്മൾ സെറ്റാക്കി ഇടും. നമുക്കിതിന് അപ്പുറത്തൊരു പാലമൊക്കെ ഉണ്ട്. അപ്പുറത്ത് അടിപൊളി സ്ഥലമുണ്ട്. നമുക്ക് അവിടെ ഒരു തണലുള്ള സ്ഥലത്ത് വേണം പോയിരുന്നത് ചൂണ്ടിടാൻ. നമുക്ക് ഇട്ടാൽ ഉടനെ മീൻ കിട്ടത്തൊന്നുമില്ല. നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യണം. അപ്പം വെയിലത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം നമുക്ക് എവിടെയും തണുത്ത് പോയി ചൂണ്ടിടാം. നമ്മളങ്ങനെ വേണ്ടേ ഇവിടെയാണ് ചൂണ്ടിടാൻ വന്നേക്കുന്നത് കേട്ടോ. ഇവിടെ ചെറിയ തണലൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും ഒരു കാഴ്ച കണ്ടോ? ഇവിടെ നിൽക്കും വെള്ളം അടിച്ച് പറ്റിക്കുന്നുണ്ടോ? ഇവിടെ മറ്റേ കണ്ടത്തിൽ മറ്റേ നെൽകൃഷിയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. കണ്ടോ? അടിപൊളി കാഴ്ചയല്ലേ? ഇവിടെ നമുക്ക് ചൂണ്ടിടാം. ഓക്കെ, ഇവിടെ മീൻ കാണും. അപ്പുറത്ത് ഇടാം. ഇതിൻ്റെ അപ്പുറത്ത് വശമാണ് നമ്മൾ അപ്പുറത്തിടാം. ആടാകുമ്പോൾ ചെറിയ മരമൊക്കെ നിൽപ്പുണ്ട്. അതിന് ചോട്ടി നിൽക്കാം. ഇപ്പം ചെറിയ വെയിൽ പോയിട്ടുണ്ട്. ഇവിടേക്കാണ് നമുക്ക് ഇടാടാ. ഇതുണ്ടോ? അതൊക്കെ മീൻ കാണും. കണ്ടോ? വാ നമുക്ക് അപ്പുറത്തോട്ട് പോവാം. വാ പോട്ടെ, അപ്പുറത്തിടാം. പോട്ടെ. നമ്മുടെ ബോണ്ട എടുക്കുവാണ് നമ്മള്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ ചൂണ്ടിട്ട് എടുക്കണം. ഞാൻ ആദ്യമായിട്ട് ചൂണ്ടിടാൻ പോകുന്നത്. ഞാനിതുവരെ ചൂണ്ടിട്ടിട്ടേ ഇല്ല. അപ്പൊ എനിക്ക് അറിയത്തില്ല എന്നാ ഇതൊന്നും. അപ്പൊ അച്ചാച്ചൻ ഇന്നാള് പോകുമ്പോ ഈ കുളത്തിലൊക്കെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ കുളത്തിലൊക്കെ കളിക്കാൻ അപ്പ എടുത്തില്ലായിരുന്നു? ഇല്ലേ? എനിക്കിത് തോന്നിയിട്ടേ ഇല്ല ഇങ്ങനെ ചൂണ്ടയിട്ട് മീനെ പിടിക്കണമെന്ന്. അപ്പൊ നമ്മളിന്ന് മീനെ പിടിക്കാണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പ്രഗത്ഭനായ ഒരു ചൂണ്ടയിടുകാരനുണ്ട്. എനിക്കൊരു കൂട്ടുകാരനുണ്ട്. അപ്പൊ അവനോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ ബോണ്ട ഇട്ടാ മതി, ബോണ്ട ഇട്ടാലും മീൻ കൊത്തുമെന്ന് പറഞ്ഞേ. അല്ല, ഇല ഏതാണ്ട് ഇട്ടാ മതി എന്ന് പറഞ്ഞു. ഇല എന്താ ചേച്ചി? ഇല ഇട്ടാൽ എങ്ങനെയാണോ മീൻ? അപ്പൊ പിന്നെ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞ് ഇല ഇട്ടാ മതിന്ന്. ഞാൻ കേട്ടോ ഇലയെന്ന്. ഓക്കെ, നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇട്ടാലോ? അതെന്റെ ചൂണ്ടയത്. ഇട്ടു തരാം. അപ്പൊ നമ്മള് തെർമാക്കോൾ എടുത്തില്ല. എന്റെ തുമ്പത്ത് ഇങ്ങനെ കെട്ടുന്ന സാധനമുണ്ട്. തെർമാക്കോൾ തപ്പാൻ വേണ്ടി പോയതാ. ഇപ്പൊ ഒന്നും കിട്ടൂല. നമ്മൾ ആ കാര്യം മറന്നുപോയി. അതിന് തുമ്പത്തൊരു തെർമാക്കോൾ കെട്ടിയിട്ടില്ലെങ്കിലേ ഇവിടെ ചൂണ്ടടപ്പുണ്ട്. മാറിക്ക്. ചൂണ്ടല്ലടാ. പിന്നെ തെർമാക്കോൾ ഇട്ടില്ല എന്നാ പ്രശ്നം അറിയാവോ? തെർമാക്കോൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങി നിൽക്കും വെള്ളത്തിന്. അല്ലെങ്കിൽ നമ്മൾ ചൂണ്ടയിടുന്ന ആ ചൂണ്ടയ്ക്കകത്ത് കൊളുത്തുന്ന സാധനം താഴോട്ട് പോകും. അപ്പോൾ മീൻ കുത്താൻ പറ്റത്തില്ല. അപ്പോൾ അതേ നമ്മൾ അവസാനം തപ്പി എടുത്തുകൊണ്ടിരിക്കും. കുറച്ച് തീരം ഇതിനകത്ത് ഇട്ടിട്ട് വേണം ഇടാൻ. നമ്മൾ ചൂണ്ടയിടാൻ പോയിട്ടില്ലെങ്കിലും നമുക്കിതിൻ്റെ പരിപാടിയൊക്കെ അറിയാം. നമ്മൾ അപ്പുറത്ത് നമ്മൾ ചെന്ന് അപ്പൊ അവിടെ വെള്ളത്തിൽ ഇത് കിടപ്പുണ്ടായിരുന്നു. നമ്മള് ചൂണ്ടയുടെ കമ്പി ഇവിടെ ഇട്ടാച്ചാ പോയെ. ഞാൻ അച്ചാച്ച വെള്ളത്തിൽ കിടക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് കമ്പ് എടുത്തോണ്ട് വന്നു ഇപ്പുറത്തുനിന്ന്. അപ്പോൾ അതങ്ങ് എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് തെർമാക്കോള്. നമ്മൾ കുറേ നേരമായിട്ട് ഇവിടെ ചൂണ്ടയിട്ടിട്ട് വെയിറ്റ് ചെയ്യും കേട്ടോ. ചൂണ്ട ഇട്ടാ ഉടനെ മീൻ കൊത്തുമെന്നൊക്കെ നമ്മൾ ഭയങ്കര ഇതിലാക്കിയാണ് വന്നത്. പക്ഷെ കുറേ നേരമായിട്ട് ഇട്ടിട്ടൊന്നും ഒരു രക്ഷയില്ല. അവിടെ ഇവിടെയൊക്കെ മീൻ അനങ്ങുന്നുണ്ട് കേട്ടോ. ചെയ്തിട്ട് കൊത്തുകയൊക്കെ ചെയ്തായിരുന്നേ. പിന്നിപ്പോ ഒരടക്കമില്ല. നമുക്ക് എന്തായാലും മീനെ കൊണ്ട് പോയാൽ മതി. നമുക്ക് ഞാൻ തെർമാക്കോള് കാണിച്ചു തരാം. കണ്ടോ? തെർമാക്കോൾ ഇടയ്ക്കിടയ്ക്ക് അനങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും മീൻ കൊത്തുന്നതാണ്. നല്ല വെയിലാട്ടോ. അത് കാരണം ഞങ്ങൾ ഈ മോട്ടോർ വരെ ഇല്ല, മറ്റേ ഈ ഷെഡ് അതിനകത്ത് കയറിയിരിക്കും കേട്ടോ. ഇവിടുത്തെ മീനുകളെല്ലാം ഭയങ്കര ബുദ്ധിമാന്മാരായ മീനുകളാണ് കേട്ടോ. ചൂണ്ടയിൽ അങ്ങോട്ട് കൊളുത്തുന്നില്ലല്ലടാ. നമ്മളിട്ട് കൊടുക്കുന്ന തീറ്റയല്ല തിന്നുന്നുമുണ്ട്. അനക്കിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല. നമ്മളങ്ങോട്ട് അറിയുന്നില്ല. ചുമ്മാ വലിച്ചു നോക്കുമ്പോഴാണ് അതിനകത്ത് തീറ്റി മൊത്തം തിന്നുന്നു നമ്മളത്. തുമ്പിക്ക് ഗുണമുണ്ട്. അതുകൊണ്ടോ ആ പാടത്തെ വെള്ളം മുഴുവനും പറ്റിക്കും കേട്ടോ. കുറേ നേരം നിന്നിട്ടും ഒരു മീനും കിട്ടിയില്ല. അപ്പം മനസ്സിലായോ നമുക്ക് പറ്റിയ പരിപാടിയല്ലത്. ക്ഷമയില്ല, നമുക്ക് ക്ഷമയില്ല.
വൈകുന്നേരം വരെ നിന്നാൽ വല്ലതും കിട്ടും. അല്ലെങ്കിൽ പിന്നെ മറ്റേ വലിയ ചൂണ്ട മേടിച്ചിട്ട് നടുക്കോട്ടൊക്കെ ഇട്ടോളാം. ആ നടുഭാഗം കാണുന്നുണ്ടോ? അല്ല കുഞ്ഞി, ആ ഭാഗത്തൊക്കെ ഇട്ടാൽ ചിലപ്പോൾ മീനെ കിട്ടും. നമുക്കെന്നാ പോയാലോ? അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി വൻ പരാജയമായിരുന്നു ഗൈസ്. നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. കുറേ നേരമൊക്കെ നിന്നു ഞങ്ങളിവിടെ. ഓ, പിന്നെ മീനൊന്നും കിട്ടിയൊന്നുമില്ല. എന്നത് പിന്നെ എടാ കാലത്ത് പോ നിനക്ക് ഗീറൊക്കെ മാറാനൊക്കെ. ആ പിന്നെ പകറിയും. നമ്മുടെ ഇന്നത്തെ എന്താ പരിപാടിയായിരുന്നു? നമ്മൾ വണ്ടി ഓടിപ്പിക്കാത്തതിന് പിണങ്ങിയിരിക്കുക. നീ എങ്ങനെ വണ്ടി ഓടിക്കും? എന്താ ഇങ്ങോട്ട് നോക്കി? സ്റ്റാൻഡ് തട്ടി അതിനെ കാലത്ത് പോവോ? അപ്പം ഞങ്ങൾ എന്തായാലും ഇന്നത്തെ പരിപാടി പാളി കേട്ടോ. മീൻ പിടിക്കാൻ പോയിട്ട് ഒറ്റ മീനെ പോലും കിട്ടിയില്ല. ഇനി 150 രൂപ കൊടുത്ത് വില ഇച്ചിരി മീൻ മേടിച്ച് വറക്കണം വൈകിട്ട് വീട്ടിൽ പോയി. അപ്പോൾ നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് കേട്ടോ. നാളെ നമുക്ക് അടുത്ത വീഡിയോ കാണാവേ. നിങ്ങൾ പിണങ്ങിയിരിക്കുന്നതാണ്. ഇങ്ങോട്ട് നോക്കി, ആ മുഖം ഇങ്ങോട്ട് കാണിച്ച്. എടാ ഓടിപ്പിക്കാം. അപ്പോൾ നമുക്ക് നാളെ കാണാമെന്ന് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യ്. പെട്ടെന്ന് നിർത്തത് പോവാം. പെട്ടെന്ന് പറഞ്ഞ് നിർത്തുക. അടുത്ത് നമുക്ക് വീട്ടിൽ പോണ്ടേ? വണ്ടി ഓടിക്കണോ? പെട്ടെന്ന് പറ. അടുത്ത വീഡിയോ കാണാം. നാളെ കാണാം. പറയടാ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നാളെ കാണാം കേട്ടോ. നാളത്തെ പരിപാടിയായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇവരെ ഫ്രണ്ടിൽ വെച്ചോണ്ട് ഓടിക്കട്ടെ. ഓക്കെ, ബൈ.